മൂന്ന് സേനാ സിയാൽകോട്ടിന് പുറമെ ലാഹോറും കറാച്ചിയും ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്ന വിവരം കൂടി വരുന്നു. ലാഹോറിൽ ഇന്നലെ തന്നെ നമ്മൾ അതിന്റെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. മനു, ലാഹോർ ആൻഡ് കറാച്ചി, സിയാൽകോട്ടിന് പുറമെ ലാഹോറിലും കറാച്ചിയിലേക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നു. സർഫസ് ടു സർഫസ് എയർ മിസൈലുകളുടെ പ്രയോഗം ഇന്ത്യ നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉപരിതല ഭൂതല മിസൈലുകളുടെ ശക്തമായ പ്രയോഗം ഇന്ത്യ നടത്തുന്നു. എയർഫോഴ്സ് സ്റ്റേഷനുകളിൽ നിന്നാണ് ഈ പ്രയോഗം നടത്തുന്നത്. പാകിസ്ഥാന്റെ എയർഫോഴ്സ് കേന്ദ്രങ്ങൾ സർഗോധ എയർബേസ് ലക്ഷ്യമാക്കി ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. രാജ്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. പാക് അധിനിവേശ കാശ്മീരിലേക്കും തിരിച്ചടി ഉണ്ട്. സിയാൽകോട്ടാണ് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലം. സിയാൽകോട്ട് പാകിസ്ഥാനിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. പാകിസ്ഥാൻ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ അവിടുത്തെ 12ാമത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. ഒരു സൈനിക കേന്ദ്രം എന്ന നിലയിലും കൂടി ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, സിയാൽകോട്ടിലേക്കുള്ള ആക്രമണം പാകിസ്ഥാന്റെ മുഖത്തടി എന്ന തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും. ശക്തമായ പ്രതിരോധം സിയാൽകോട്ടിലേക്ക് നടക്കുന്നു. മറ്റു കേന്ദ്രങ്ങളിലേക്കും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ ആദ്യ തുടക്കഘട്ടത്തിലെല്ലാം ഒരു ഡിഫൻസീവ് മോഡിലായിരുന്നു. ഒരു മിസൈലിന് പോലും അതിൻ്റെ ലക്ഷ്യസ്ഥാനം പാകിസ്ഥാനിൽ നിന്ന് തൊടുത്തതിന് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിലെ പാകിസ്ഥാനെ ഏറ്റവും നാണിപ്പിക്കേണ്ട ഒരു കാര്യം. ഒറ്റ മിസൈലിന് പോലും, ഒറ്റ ഡ്രോണിന് പോലും അതിൻ്റെ ലക്ഷ്യസ്ഥാനം കാണാൻ കഴിഞ്ഞില്ല എന്ന് വരുന്നു. അതേസമയം ഇന്ത്യ തിരിച്ചടിക്കുന്നു. ഇന്ത്യ ശക്തമായി സിയാൽകോട്ടിലേക്ക് തിരിച്ചടിക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ലാഹോറിലെ ഡിഫൻസ് യൂണിറ്റിന് നേരെയും ആക്രമണമുണ്ടാകും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സിയാൽകോട്ടിലും ലാഹോറിലും ബ്ലാക്ക് ഔട്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. സിയാൽകോട്ടും ലാഹോറും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ തന്നെ അവിടെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ ശക്തമായ മറുപടിക്ക് തയ്യാറെടുക്കുന്നു. ഇതുവരെ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ചെറുക്കുകയായിരുന്നു ഇന്ത്യയെങ്കിൽ ഇനി ആ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകാൻ പോകുന്നത്. അത് സിയാൽകോട്ടിലും ലാഹോറിലും ആയിരിക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. സിയാൽകോട്ടിലും ലാഹോറിലും ഇന്ത്യ പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. എന്തായാലും അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുന്നു, ഫോണിൽ സംസാരിക്കുന്നു. പാകിസ്ഥാന്റെ ഈ ആക്രമണം ഉയർത്തിയ സാഹചര്യം സംസാരിക്കുന്നു. അതായത് പ്രതിരോധ മന്ത്രിയുടെ കൂടിക്കാഴ്ച, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ കാണുന്നു, അജിത് ഡോവൽ പ്രധാനമന്ത്രിയായി സംസാരിക്കുന്നു. വളരെ നിർണായകമായിട്ടുള്ള 3ഓളം കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് എന്നുള്ളത് കൂടി അതീവ നിർണായകമാണ്. അതായത് ഇന്ത്യ ഇനിയുള്ള മണിക്കൂറുകളിൽ അടിക്കാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് നടക്കുന്നത്. ഇനി ഒന്നും നോക്കാനില്ല, കഴിഞ്ഞു. ഇനി ഏത് തരത്തിലായിരിക്കും? ഒരു പക്ഷേ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതിനപ്പുറത്തേക്കുള്ള ഒരു പാഠമായിരിക്കും ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നതെന്നാണോ ഈ ചോദ്യമൊക്കെ ഉള്ളതെന്നാണ്. ഈ കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് മനു? പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നതാണ് പ്രധാനമായ സംഭവം. ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയുള്ള നിർദ്ദേശം നേരത്തെ രാജ്യം സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ വിഷയങ്ങൾ ഏറ്റവും അടുത്തടുത്ത നിമിഷങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയെ കൃത്യമായി ധരിപ്പിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടികൾ നടത്തുന്നു എന്ന് വിവരങ്ങൾ വരുമ്പോൾ അത് ക്രോസ് ബോർഡർ ഫയറിങ്ങിനെ ആ രീതിയിൽ LOCയിൽ ആ നിലയ്ക്ക് ശക്തമായി തിരിച്ചടിക്കുന്നു. പക്ഷേ ലാഹോർ അതുപോലെ സിയാൽകോട്ട് കേന്ദ്രമാക്കി ഇന്ത്യ നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സിയാൽകോട്ടാണ് ആദ്യമായി ഇന്ത്യ തിരിച്ചാക്രമിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലം. ശക്തമായ ആക്രമണം അവിടെ നടക്കുന്നു. F-16 വെടിവെച്ചിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. സർഫസ് ടു സർഫസ് മെയിലുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഈ ഫൈറ്റർ ജെറ്റുകളെ നേരിടാൻ സർഫസ് ടു സർഫസ് മിസൈൽ ഉപയോഗിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും ഈ ഡിഫൻസീവ് എന്ന നിലയിൽ നിന്ന് ഒഫൻസീവ് ഡിഫൻസിലേക്ക്, വെറും പ്രതിരോധം എന്ന നിലയിൽ നിന്ന് ആക്രമിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്ന നിലയിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നതാണ് പറയുന്നത്. ഏതായാലും സിയാൽകോട്ടിലും
ലാഹോറിലും എന്ത് സംഭവിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. ഇന്ത്യയോട് കളിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ സാമ്പിൾ ഇന്നലെ കണ്ടതാണ്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം എത്രമാത്രം ശുഷ്കമാണ്, എത്രമാത്രം ഇനാക്റ്റീവ് ആണ് എന്നത് ഇന്നലെ ബോധ്യപ്പെട്ടതാണ് പാകിസ്ഥാന്. അതുകൊണ്ട് പാഠം പഠിച്ചില്ല പാകിസ്ഥാനുള്ള തിരിച്ചടി ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു. മനു, ഇന്ന് ഇതുവരെ ഒരു കാഷ്വാലിറ്റി പോലും ഉണ്ടായിട്ടില്ല എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള ചെറുത്തുനിൽപ്പും ഇന്ത്യയെ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഇന്ന് എല്ലാ മിസൈലുകളും തകർക്കാനായിട്ടുണ്ട്, ഡ്രോണുകൾ തകർക്കാനായിട്ടുണ്ട്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ JF-17 ജെറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നു, F-16 ജെറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നു. അതിനുശേഷമുള്ള തിരിച്ചടി ഇന്ത്യ തുടങ്ങുമ്പോൾ അത് ചെറുക്കാൻ പാകിസ്ഥാന് ശേഷിയുണ്ടോ? പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം എത്രമാത്രം ഇനാക്റ്റീവ് ആണ് എന്നത് ഇന്നലെ നമുക്ക് ബോധ്യമായതാണ്. ഇന്നത്തെ ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ താങ്ങുമോ? ഇപ്പോൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. മിലിറ്ററി സ്റ്റേഷൻ ജമ്മുവിലെ പത്താൻകോട്ടിലെ ഉധംപൂറിലെ ഈ മിലിറ്ററി സ്റ്റേഷനുകളുടെ സമീപത്തേക്കാണ് ആക്രമണം പാകിസ്ഥാൻ നടത്തിയത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത് എന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുന്നു. ഒരു മിസൈലിനോ ഒരു ഡ്രോണിനോ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല എന്ന് ഇന്ത്യൻ സേന കൃത്യമായി അറിയിക്കുന്നു. Threat neutralized by Indian Armed Forces as per SOP with kinetic and non-kinetic means എന്നാണ് സൈന്യം അത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പായി നൽകിയിരിക്കുന്നത്. കൃത്യമായ തിരിച്ചടി കൂടി അതിന് ശേഷം തുടരുന്നു. ഏതായാലും ഇന്ത്യയുടെ വെസ്റ്റേൺ ഫ്രണ്ടിൽ നിരവധി ഡ്രോണുകൾ കണ്ടു എന്നത് വളരെ ഗൗരവത്തോടു കൂടി അത് പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതെല്ലാം തന്നെ എൻഗേജ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പ്രധാനമന്ത്രി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. തുടർ പദ്ധതികൾ എന്ത് എന്നത് രാജ്യം സജീവമായി ചർച്ച ചെയ്യുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.